إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ നിലക്ക് ജീവിച്ചു മരിച്ചു പോകുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ഹൃദയത്തെ നാം ഏറ്റവും നന്നായി സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ആശയമാണ്. നമുക്കറിയാം, നാമൊക്കെ എല്ലാ ദിവസവും നമ്മുടെ ശരീരം ശുദ്ധിയാക്കുന്നവരാണ്. നാം കുളിക്കാറുണ്ട്, പല്ല് തേക്കാറുണ്ട്, വസ്ത്രം അലക്കാറുണ്ട്, എണ്ണ തേക്കാറുണ്ട്, സുഗന്ധം ഉപയോഗിക്കാറുണ്ട്, രോഗം വന്നാൽ ചികിത്സിക്കാറുണ്ട്, എല്ലാം നാം ചെയ്യാറുണ്ട്. നമ്മുടെ ശരീരത്തെ എല്ലാ ദിവസവും നാം ശ്രദ്ധിക്കുകയും സംരക്ഷിക്കുകയും കേടുപാടുകളുണ്ടെങ്കിൽ പരിഹരിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനേക്കാളെല്ലാം നമ്മുടെ ശരീരത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി നിലകൊള്ളുന്നതാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തെ എല്ലാ ദിവസവും ശുദ്ധീകരിക്കുവാൻ, അതിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ, അതിന് വല്ല പോരായ്മകളുമുണ്ടോ, എവിടെയെങ്കിലും ശുദ്ധീകരിക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പലപ്പോഴും നാം തയ്യാറാവാറില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തേക്കാൾ നമ്മുടെ ഹൃദയത്തെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങൾ അറിയണം, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി. അലാ വഹിയൽ ഖൽബ്, അറിയുക, അതാകുന്നു ഹൃദയം. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായി തീരുന്നത് ഹൃദയം നന്നാവുമ്പോഴാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമായി തീരുന്നത് നമ്മുടെ ഹൃദയം ചീത്തയാകുമ്പോഴാണ്. അതുകൊണ്ട് ഹൃദയത്തെ നന്നാക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ചില റിവായത്തുകളിൽ നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു, അൽ ഖൽബു മലികുൻ, ഹൃദയം എന്നത് ഒരു രാജാവാണ്. വൽ അഅ്ദാഉ ജുനൂദു, ശരീര അവയവങ്ങൾ ആ രാജാവിൻ്റെ സൈന്യങ്ങളുമാണ്. ഫഇദാ ത്വാബൽ മലികു ത്വാബത് ജുനൂദു, രാജാവ് നല്ലവനാണെങ്കിൽ സൈന്യവും നല്ലവരായിരിക്കും. വഇദാ ഖബുസൽ ഖൽബു ഖബുസത് ജുനൂദു, അപ്രകാരമാണ് ഹൃദയം മോശമായാൽ ഹൃദയത്തിൻ്റെ സൈന്യം മോശമായി തീരും. അപ്പോൾ ഒരു രാജാവിൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നവരാണ് സൈന്യങ്ങളെങ്കിൽ ഹൃദയത്തിൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നതാണ് ശരീരം. ഹൃദയം നന്നായാൽ ശരീരം നന്നായി. ഹൃദയം ചീത്തയാണെങ്കിൽ ഹൃദയം കൽപ്പിക്കുന്നതെല്ലാം ചീത്തയായിരിക്കും. അതനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഹൃദയ ശുദ്ധീകരണത്തിന് വളരെ വലിയ പ്രാധാന്യം നാം നൽകേണ്ടതുണ്ട്. രണ്ടാമത്തെ കാരണം, പരലോകത്ത് ഉപകാരപ്പെടുന്നത് സുരക്ഷിതമായ ഒരു ഹൃദയമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ശുഅറായിലെ
87 മുതൽ 89 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഖിയാമത്ത് നാളിൽ നീ എന്നെ അപമാനിക്കരുതേ. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സന്താനങ്ങൾ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒരു ഉപകാരവും പരലോകത്തുണ്ടാവുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഉപകാരം? ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ, രോഗമില്ലാത്ത, ആരോഗ്യമുള്ള ഒരു ഹൃദയത്തോടു കൂടിയാണ് ഖിയാമത്ത് നാളിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അപ്പോൾ സമ്പത്ത് കൊണ്ട് കാര്യമില്ല, സന്താനങ്ങൾ കൊണ്ട് കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നേട്ടം? ഖൽബുൻ സലീം. സലീമായ ഒരു ഹൃദയം വേണം. സുരക്ഷിതമായ, ആരോഗ്യമുള്ള, കേടുപാടുകളില്ലാത്ത ഒരു ഹൃദയമുണ്ടെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മൂന്നാമത്തെ കാരണം, വിശ്വാസത്തിൻ്റെ സമുന്നതമായ മേഖലകളെല്ലാം കുടികൊള്ളുന്നത് ഹൃദയത്തിലാണ്. സത്യവിശ്വാസത്തിൻ്റെ സ്ഥാനം ഹൃദയത്തിലാണ്. ഇഖ്ലാസിൻ്റെ, ആത്മാർത്ഥതയുടെ സ്ഥാനം ഹൃദയത്തിലാണ്. അതേപോലെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. ഇസ്ലാമിനോടും അള്ളാഹുവിനോടുമുള്ള ഇഷ്ടം ഹൃദയം കൊണ്ടാണ്. അങ്ങനെ ഈമാനിൻ്റെ അതുല്യമായ ഭാഗങ്ങളെല്ലാം കുടികൊള്ളുന്ന സ്ഥാനമെന്നത് ഹൃദയമാണ്. ഹൃദയം നന്നായാൽ മാത്രമേ അവിടെ ഇതെല്ലാം നിലകൊള്ളുകയുള്ളൂ. അതേപോലെ തന്നെ മോശമായ എല്ലാ വിശ്വാസങ്ങളുടെയും സ്ഥാനവും ഹൃദയമാണ്. ബഹുദൈവാരാധന, സത്യനിഷേധം, കാപട്യം തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം മോശമായ കാര്യങ്ങളുണ്ടോ അതും നിലകൊള്ളുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്നർത്ഥം. അതേപോലെ തന്നെ എല്ലാ തോന്നിവാസ ചിന്തകളുടെയും ഉറവിടവും ഹൃദയം തന്നെയാണ്. അസൂയ, വെറുപ്പ്, വിദ്വേഷം, മറ്റു തിന്മകളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ, ആലോചനകൾ, ഇതെല്ലാം കുടികൊള്ളുന്ന സ്ഥാനവും ഹൃദയം തന്നെയാണ്. ഹൃദയത്തെ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്നർത്ഥം. അതേപോലെ തന്നെ മാനുഷികമായ വികാരങ്ങളുടെ മുഴുവൻ സ്ഥാനവും ഹൃദയമാണ്. സ്നേഹം, വെറുപ്പ്, വാത്സല്യം, അതേപോലെ തന്നെ ദയ തുടങ്ങിയ എന്തെല്ലാം മാനുഷിക വികാരങ്ങളുണ്ടോ ആ വികാരങ്ങളുടെ സ്ഥാനവും ഹൃദയത്തിലാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഒട്ടുമിക്ക വിഷയങ്ങളുടെയും സ്ഥാനം ഹൃദയമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഹൃദയം നന്നായാൽ മറ്റു പ്രവർത്തനങ്ങൾ നന്നായി, ഹൃദയം ചീത്തയായാൽ മറ്റു പ്രവർത്തനങ്ങളും ചീത്തയായി. അതോടൊപ്പം ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരുടെ ഹൃദയത്തിലേക്കാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ സുവരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കുന്നില്ല, അഥവാ അതിനെ പരിഗണിക്കുന്നില്ല. നിങ്ങൾ കറുത്തിട്ടാണോ, വെളുത്തിട്ടാണോ, നീളമുണ്ടോ, നീളം കുറവാണോ, സൗന്ദര്യമുണ്ടോ, ഇല്ലേ, ഇത് അല്ലാഹു പരിഗണിക്കുകയില്ല. വ അംവാലിക്കും, നിങ്ങളുടെ സ്വത്തിലേക്കും അല്ലാഹു നോക്കുകയില്ല. കാരണം അതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയതാണ്. നിങ്ങൾക്കെത്ര പറമ്പുണ്ട്, നിങ്ങൾക്കെത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, നിങ്ങൾ വലിയ കോടീശ്വരനാണോ, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല. വലാകിൻ യൻളുറു, എന്നാൽ അല്ലാഹു നോക്കും, ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, വ അഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി അതാണ് അല്ലാഹു പരിഗണിക്കുന്നത്. ഹൃദയത്തിലെ ചിന്തകൾ അതാണ് അല്ലാഹു നോക്കുന്നത്. ആ ചിന്തകൾ കാരണമായി ഉണ്ടായിത്തീരുന്ന പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും. അതുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയെ സംബന്ധിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഒരാൾക്ക് സംഭവിക്കുന്ന യഥാർത്ഥ അന്ധത അത് ഹൃദയത്തിൻ്റെ അന്ധതയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹജ്ജിലെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ, നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. കണ്ണിന് കാഴ്ചയുണ്ടായിട്ട് കാര്യമില്ല. സത്യത്തെ അറിയുവാനും സത്യത്തെ കണ്ടെത്തുവാനും അതിനെ ഉൾക്കൊള്ളുവാനും നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം അന്ധമാണ്. കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് ഉപയോഗമില്ല. ഹൃദയത്തിനാണ് കാഴ്ച വേണ്ടത്, ഹൃദയത്തിനാണ് സൂക്ഷ്മത വേണ്ടത്.
എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സത്യത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. സൂറത്തു തൗബയിലെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വതുബിഅ അലാ ഖുലൂബിഹിം, ചില ആളുകളുണ്ട് അവരുടെ ചെയ്തികൾ കാരണത്താൽ അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു മുദ്ര വെച്ചിരിക്കുന്നു, ഫഹും ലാ യഫ്ഖഹൂൻ, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ അവർക്ക് സാധിക്കുകയില്ല. അതേ അധ്യായത്തിലെ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വതബഅ അല്ലാഹു അലാ ഖുലൂബിഹിം ഫഹും ലാ യഅലമൂൻ, അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുദ്ര വെക്കുന്നതാണ്. അതുകൊണ്ട് ഒരു വിഷയവും പഠിച്ച് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുകയില്ല. അപ്പോൾ കാര്യങ്ങളെ പഠിക്കാൻ കഴിയുന്നത് ഹൃദയം സജീവമാകുമ്പോഴാണ്. ഒരു വിഷയം ഗ്രഹിക്കാൻ കഴിയുന്നത് ഹൃദയം സജീവമാകുമ്പോഴാണ്. അതേപോലെ തന്നെ യഥാർത്ഥ കാഴ്ചയുണ്ടാകുന്നത് ഹൃദയത്തിന് കാഴ്ചയുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിനെ അതിനെ സംരക്ഷിക്കണം. അതിൻ്റെതായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നാം പരിഗണിക്കുകയും വേണം. മാത്രമല്ല, നാം ചെയ്യുന്ന പാപങ്ങൾ, നമ്മുടെ തിന്മകൾ ബാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. സൂറത്തുൽ മുത്തഫിഫീൻ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് കറയുണ്ടാക്കിയിരിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, ഒരു അടിമ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിക്കുന്നു. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. അത് ഭൗതികമായ ഏതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബു, ആ തിന്മയിൽ നിന്ന് അയാൾ വിട്ടുനിൽക്കുകയും തൗബ ചെയ്യുകയും പശ്ചാത്തപിച്ച് നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്താൽ ആ കറുത്ത പുള്ളിയെ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. എന്നാൽ വഇൻ ആദ, ചെയ്ത തെറ്റുകൾ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലോ, സീദ ഫീഹാ ഹത്താ തഅലു ഖൽബഹു, ആ കറുത്ത പുള്ളി വർദ്ധിച്ച് അവസാനം അത് ഹൃദയത്തെ ഒന്നടങ്കം കീഴ്പ്പെടുത്തി കളയും. പിന്നീട് നന്നാവാൻ പറ്റാത്ത വിധം, നിർത്തിക്കളയാൻ പറ്റാത്ത വിധം, തിന്മയിൽ നിന്ന് പിറകോട്ട് വരാൻ പറ്റാത്ത വിധം ഹൃദയത്തിന് കറ ബാധിക്കുന്നതാണ്. വഹുവറാൻ അല്ലദീ ദക്കറല്ലാഹ്, അല്ലാഹു പറഞ്ഞ ആ കറ എന്ന് പറഞ്ഞത് അതാകുന്നു. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹൃദയത്തിന് സംഭവിക്കുന്ന കറ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നാം ചെയ്യുന്ന തിന്മകൾ, നമ്മുടെ അബദ്ധങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കറയുണ്ടാക്കുന്നുണ്ട്. തിരുത്തുകയും തൗബ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതങ്ങനെ തന്നെ വർദ്ധിച്ചുകൊണ്ട് അവസാനം നമ്മുടെ ഹൃദയത്തിന് ഒരു മുദ്ര വെക്കപ്പെട്ടു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തെ സംബന്ധിച്ച് ചിന്തിക്കണം. അതേപോലെ തന്നെ 10-ാമത്തെ കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ലോകത്തിലെയും പരലോകത്തിലെയും നമ്മുടെ വിജയം അത് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ഹൃദയത്തിൻ്റെ ശുദ്ധിയിലാണ്. സൂറത്തു ശംസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ, ഹൃദയത്തെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു, ഹൃദയത്തെ കളങ്കപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. ആത്യന്തികമായ വിജയമെന്നത് ഹൃദയശുദ്ധിയിലാണ്. അതേപോലെ തന്നെ പരാജയം സംഭവിക്കുന്നതും ഹൃദയത്തിൽ കളങ്കമുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും വിജയിക്കുവാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ്. അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവുമാണ് നാം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിലും സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, നമ്മുടെ ഹൃദയത്തെ നമുക്കെങ്ങനെ ശുദ്ധീകരിക്കാം, എങ്ങനെ സംരക്ഷിക്കാം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതും ഏറ്റവും ശരിയായ വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ശരിയായ വിശ്വാസം സ്വീകരിക്കുക. കാരണം നമ്മുടെ വിശ്വാസം തെറ്റാണെങ്കിൽ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളും തിന്മയായിരിക്കും. സൂറത്തുൽ ബഖറയിലെ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവായി സ്വീകരിച്ച മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, തൗഹീദിലേക്ക് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികളിൽ ചില ആളുകൾ ഒരു പശുക്കുട്ടിയെ, ഒരു കാളക്കുട്ടിയെ സ്വീകരിക്കുകയും എന്നിട്ട് അതിനെ ആരാധിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത്,
ഖുൽ ബിഅ്സമാ യഅ്മുറുകും ബിഹി ഈമാനുകും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് എത്ര ചീത്തയാണ്, അഥവാ നിങ്ങളുടെ വിശ്വാസത്തിലെ അബദ്ധങ്ങളാണ് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസം കറകളഞ്ഞതാണോ എങ്കിൽ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. തെറ്റായ വിശ്വാസം ഹൃദയത്തെ മലിനമാക്കി തീർക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയെല്ലാം തൗഹീദിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അമലുസ്സാലിഹാത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. ഖുർആനിലുടനീളം നിങ്ങൾക്ക് കാണാം ശരിയായ വിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ശരിയായ വിശ്വാസമാണ് ഒരാളെ നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത് എന്നും ഹൃദയത്തിന് ഒരു തരം ഭയം നൽകുന്ന കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. സൂറത്തു ആലു ഇമ്രാനിലെ 151-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ ബിമാ അശ്റകൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത വസ്തുക്കളെ അള്ളാഹുവിൽ പങ്കുചേർത്തതിനാൽ സത്യനിഷേധികളായ ആളുകളുടെ ഹൃദയങ്ങളിൽ എന്നും നാം ഒരു ഭീതി ഇട്ടുകൊടുക്കുമെന്നാണ്. കാരണം അവർക്ക് നിർഭയത്വം ഉണ്ടാവുകയില്ല. നിർഭയത്വം തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഒരു നിലക്കും കലർപ്പ് അഥവാ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്താൽ അവർക്കാണ് നിർഭയത്വമുള്ളത്. ആരാണോ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന വിശ്വാസം സ്വീകരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ എന്നും പേടിയായിരിക്കും, ഭയപ്പാടായിരിക്കും, ഉത്കണ്ഠയായിരിക്കും. സമാധാനം കണ്ടെത്തുക അവർക്ക് സാധ്യമല്ല. പിന്നെ ആർക്കാണ് സമാധാനമുണ്ടാവുക? സൂറത്തുർ റഅദിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ഹൃദയം ശാന്തമായി തീരുകയും ചെയ്യുന്ന ആളുകൾ. അല അറിയണം, ബിദിക്രില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ് ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കുവാൻ ശരിയായ വിശ്വാസം സ്വീകരിക്കുക. അതാണ് ഇസ്ലാമിൻ്റെ തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ മനസ്സിന് സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കുന്നത്. രണ്ടാമത്തത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം പിൻപറ്റുന്നവരാവുക. നമ്മൾ പറയുന്നത് റസൂൽ അല്ല അനുസരിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് നാം അനുസരിക്കണം. സൂറത്തുൽ ഹുജുറാത്തിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅലമു നിങ്ങൾ അറിയണം, അന്ന ഫീകും റസൂലല്ലാഹ് നിങ്ങളുടെ കൂടെയുള്ളത് അള്ളാഹുവിൻ്റെ റസൂലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് പറഞ്ഞയച്ച ദൂതനാണ്. അതുകൊണ്ട് തന്നെ ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും ആ പ്രവാചകൻ നിങ്ങളെയാണ് അനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെട്ടു പോകും. മറിച്ച് നിങ്ങൾ പ്രവാചകൻ അനുസരിക്കണം. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ എന്നാൽ വിശ്വാസികൾക്ക് ഈമാനിനോടാണ് അള്ളാഹു ഇഷ്ടമുണ്ടാക്കിയിട്ടുള്ളത്. വസയ്യനഹു ഫീ ഖുലൂബിക്കും ആ ഈമാനിനെ ഹൃദയത്തിൻ്റെ ഭംഗിയാക്കിയിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ അതുകൊണ്ട് തന്നെ സത്യനിഷേധം, അധർമ്മം, തോന്നിവാസം, അനുസരണക്കേട് ഇതിനോട് അവരുടെ ഹൃദയത്തിന് വെറുപ്പാണ് എന്നാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിക്കുകയും ആ പ്രവാചകനെ അനുസരിക്കുവാൻ തയ്യാറാവുകയും ചെയ്താൽ ഈമാൻ കൊണ്ട് ഹൃദയം അലങ്കരിക്കപ്പെടും. അതോടൊപ്പം സത്യനിഷേധത്തോടും അനുസരണക്കേടിനോടും അധർമ്മത്തോടും അവർക്ക് വെറുപ്പുണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലെത്താൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും മനസ്സിലാക്കുകയും ആ പ്രവാചകനെ പിൻപറ്റുകയും ചെയ്യണം. അതിലൂടെയാണ് ഹൃദയത്തിന് ഈമാനിൻ്റെ അലങ്കാരമുണ്ടാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരുന്നു. മൂന്നാമത്തത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അസൂയയും പകയും വെറുപ്പും വിദ്വേഷവും എടുത്തു മാറ്റണം. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരാൾ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, അയ്യുന്നാസി അഫ്ളൽ അള്ളാഹുവിൻ്റെ റസൂലെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ മഹ്മൂമുൽ ഖൽബായ സദൂഖുൽ ലിസാനായ ഒരാളാണ് ഏറ്റവും ശ്രേഷ്ഠൻ. സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ സത്യം മാത്രം പറയുന്ന ആൾ, ഒരിക്കലും കളവ് പറയാത്തവരാണ് ശ്രേഷ്ഠൻ. എന്നാൽ മഹ്മൂമുൽ ഖൽബ് എന്ന വേർഡ്
അവർ അറബികളാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച ആ വാക്ക് അവർക്ക് മനസ്സിലായില്ല. അവർ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, ഫമാ മഹ്മൂമുൽ ഖൽബി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുവ തഖിയ്യുൻ നഖിയ്യു, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഹൃദയം. അതേപോലെ തന്നെ അൻ നഖിയ്യു, പരമപരിശുദ്ധമായ സ്ഫുടം ചെയ്ത ഒരു ഹൃദയം. ലാ ഇസ്മ ഫീ, ഒരു പാപചിന്തയുമില്ല ആ മനസ്സിൽ. വലാ ബഗ്യ, ഒരാളോടും അതിക്രമ ചിന്തയില്ല. വലാ ഗില്ല, ഒരാളെയും വഞ്ചിക്കണമെന്ന ചിന്തയില്ല, വെറുപ്പില്ല. വലാ ഹസദ, ഒരാളോടും അസൂയയുമില്ല. അസൂയയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത പരമപരിശുദ്ധമായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഹൃദയം ആർക്കാണോ ഉള്ളത് അവരാകുന്നു ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താണ്? വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു, അള്ളാഹുവേ, വിശ്വാസികളായ ഒരാളോടും ഞങ്ങളുടെ മനസ്സിൽ ഒരു വെറുപ്പുണ്ടാവരുതേ റബ്ബേ. എല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ, നമുക്ക് നാം എന്താണോ ആഗ്രഹിക്കുന്നത് അത് തൻ്റെ സഹോദരനും ഉണ്ടാവണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അപ്പോഴാണ് നമ്മുടെ ഈമാൻ ശരിയാകുന്നത്. പ്രവാചകൻ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീ മാ യുഹിബ്ബു ലി നഫ്സിഹി, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അപ്പോൾ മറ്റുള്ളവരെ വെറുക്കുകയല്ല, അവർക്ക് ലഭിക്കുന്നതിലും വെറുപ്പ് കാണിക്കുകയല്ല, മറിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുക, തനിക്ക് താൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന നല്ല ഒരു ഹൃദയം. അപ്പോഴാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത്. നാലാമത്തത്, കാപട്യത്തിൽ നിന്ന്, അതേപോലെ തന്നെ റിയാ, ജനങ്ങളെ കാണിക്കണമെന്ന ചിന്തയിൽ നിന്ന് നാം വിട്ടു നിൽക്കേണ്ടതുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ 110 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്നവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യട്ടെ, പക്ഷേ ആ ഇബാദത്തിൽ മറ്റാരെയും പങ്കാളികളായി ചേർക്കാതിരിക്കട്ടെ. എന്താണ് ആ ആയത്തിൻ്റെ വിവക്ഷ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു, മറ്റുള്ളവർ കാണാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കരുത്. നിങ്ങൾ നമസ്കരിക്കുന്നത് ആളുകളെ കാണിക്കാനാവരുത്, നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് ആളുകളെ കാണിക്കാനാവരുത്, നിങ്ങൾ സദഖ ചെയ്യുന്നത് ആളുകളെ കാണിക്കാനാവരുത്, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തിൽ യാതൊരു നിലക്കും കാപട്യമില്ലാതെ ഇഖ്ലാസോടുകൂടി അമല് ചെയ്യുക. അപ്പോഴാണ് ഒരാളുടെ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അന അഗ്ന ശുറകാഇ അനി ശിർക്ക് മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറക്തുഹു വശിർക. ഞാൻ പങ്കുകാരിൽ നിന്ന് ധന്യനാണ്. ആരെങ്കിലും ഒരു അമല് ചെയ്ത് ഞാനല്ലാത്ത മറ്റൊരാളെ കൂടി അവൻ അതിൽ പങ്കാളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവനെയും അവൻ്റെ അമലിനെയും ഞാൻ തള്ളിക്കളയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണിക്കാനും ജനങ്ങളുടെ പ്രീതി, അവരുടെ പൊരുത്തം, അവരുടെ കയ്യടി, ഇതെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ്റെ പ്രവൃത്തി തള്ളപ്പെടുന്നതാണ്. അവൻ്റെ ഹൃദയത്തിൽ റിയാ ഉണ്ട്, ശിർക്കുൻ അസ്ഗറുണ്ട്, ചെറിയ ശിർക്കുണ്ട്, അവൻ്റെ മനസ്സിൽ ലോകമാന്യതയുണ്ട്, കാപട്യമുണ്ട്. അത്തരം ആളുകളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാപട്യത്തിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നിരന്തരമായി നമ്മുടെ മനസ്സിൽ ബന്ധമുണ്ടാകണം. നാം ബന്ധം സ്ഥാപിക്കേണ്ടത് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനോടാണ്. അവൻ നമ്മെ സൃഷ്ടിച്ചു, അവൻ പരമകാരുണ്യകനാണ്, കരുണാവാരിധിയാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അളവറ്റ ദയാപരനാണ്, ചോദിക്കുന്നതെല്ലാം നൽകുന്നവനാണ്. എന്നിരിക്കെ അള്ളാഹുവിനോട് ആവലാതി പറയുക, അള്ളാഹുവിനോട് വേവലാതി പറയുക, മനസ്സ് അവനുമായി ബന്ധിപ്പിക്കുക. വമൻ യതവക്കല അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. സൂറത്തുൽ തലാഖിലെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അവർക്ക് അള്ളാഹു മതി, വേറെ ഒരാളുടെയും ആവശ്യം നിങ്ങൾക്കില്ല. സൂറത്ത് ഷർഹിലെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വ ഇലാ റബ്ബിക ഫർഗബ്, നിന്റെ ആഗ്രഹങ്ങളൊക്കെ നിന്റെ റബ്ബിനോട് പറയുക, അള്ളാഹുവിനോട് പറയുക, മറ്റാരോടും പറയേണ്ടതില്ല. ഉലമാക്കൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ദിക്റുന്നാസി ദാഉൻ, ജനങ്ങളെക്കുറിച്ചുള്ള ചിന്ത അത് രോഗമാണ്, വദിക്റുല്ലാഹി ദവാഉൻ, എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അത് മരുന്നാണ്. ആളുകളോട്
വേവലാതി പറയുന്ന, ആളുകളിൽ ഭരമേൽപ്പിക്കുന്ന, ജനങ്ങൾ കൈയൊഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് എപ്പോഴും അവരുടെ മനസ്സ് രോഗാതുരമാണ്. എന്നാൽ ആരൊക്കെ എന്നെ കൈയൊഴിഞ്ഞാലും ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, സങ്കടപ്പെടേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്തയാൽ അള്ളാഹുവിലേക്ക് ഹൃദയം ഒരാൾ ബന്ധിപ്പിച്ചാൽ ആ ഹൃദയത്തിന് കരുത്തുണ്ടാകുന്നു, സുരക്ഷിതത്വ ബോധമുണ്ടാകുന്നു, സംരക്ഷണമുണ്ടാകുന്നു. അങ്ങനെയുള്ളവർക്കാണ് ഇഹത്തിലും പരത്തിലും വിജയമുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുക. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഹൃദയത്തെ സുരക്ഷിതമാക്കാനുള്ള മറ്റൊരു വഴിയാണ് അത്തൗബ, പശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ, സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. അള്ളാഹു തൗബ ചെയ്യുന്നവരെയും ശുദ്ധി വരുത്തുന്നവരെയും ഇഷ്ടപ്പെടുന്നു. കാരണം തൗബയിലൂടെ ഒരാളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം, അത്തായിബു മിനദ്ദംബ് കമൻ ലാ ദൻബ ലഹു. ഒരു തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അൽഹംദുലില്ലാഹ്, ഒരു തെറ്റ് ചെയ്തു, അത് തെറ്റാണെന്ന് മനസ്സിലായി, തൗബ ചെയ്ത് അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങിയാൽ ആ വ്യക്തി ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അത്രമാത്രം കാരുണ്യമുള്ളവനാണ് അല്ലാഹു. അതുകൊണ്ട് പാപങ്ങളെ തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, മറ്റു സൽക്കർമ്മങ്ങളിലൂടെ നാം കഴുകിക്കളയുകയും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുക. നേരത്തെ ഉദ്ധരിച്ച ഹദീസിലുള്ളതുപോലെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാകുന്നു, തൗബ ചെയ്താൽ അള്ളാഹു അത് മായ്ച്ചു കളയുകയും ചെയ്യുന്നു. അങ്ങനെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏഴാമത്തത്, ഹൃദയം സ്വയം ഒരു കാര്യവും തീരുമാനിക്കുന്നില്ല. ഹൃദയത്തെ തീരുമാനിക്കാൻ പ്രേരിപ്പിക്കുന്ന അവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മുടെ കണ്ണുകളെ, നമ്മുടെ കാതുകളെ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴേ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഒരു തെളിവ് പറയാം. സൂറത്തുൻ നൂറിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുല്ലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകളോട് പറയണം, യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തട്ടെ, അവരുടെ കണ്ണുകൾ അവർ ഹറാമുകളിൽ നിന്ന്, കാണാൻ പാടില്ലാത്തതിൽ നിന്ന് അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ദാലിക അസ്കാ ലഹും, അവരുടെ മനസ്സിൻ്റെ ശുദ്ധിക്ക് അതാണ് നല്ലത്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്? കാരണം ദൃഷ്ടികൾ താഴ്ത്തിയിട്ടില്ലെങ്കിൽ ഹറാമുകൾ കാണുമ്പോൾ മനസ്സിൽ മോഹമുണ്ടാകുന്നു. മനസ്സിൽ മോഹമുണ്ടാകുമ്പോൾ അത് പ്രവർത്തിക്കാനുള്ള ഇറാദയുണ്ടാകുന്നു, ഉദ്ദേശമുണ്ടാകുന്നു. എന്നാൽ ഹറാമിൽ നിന്ന് കണ്ണിനെ തടഞ്ഞാൽ, കാതുകളെ തടഞ്ഞാൽ, കൈകളെ തടഞ്ഞാൽ മനസ്സിന് മോഹിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്രകാരം നമ്മുടെ അവയവങ്ങളെ, കണ്ണിനെ, കാതിനെ സംരക്ഷിച്ചാൽ തീർച്ചയായും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് സ്വഹാബത്തിനോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഒരു ഹിജാബിൻ്റെ, ഒരു മറയുടെ അപ്പുറത്ത് നിന്ന് ചോദിക്കണം. വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു ഹിജാബിൻ്റെ, ഒരു മറയുടെ അപ്പുറത്ത് നിന്ന് ചോദിക്കാവൂ. എന്താണ് കാരണം? ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന, നിങ്ങളുടെ ഹൃദയത്തിനും അവരുടെ ഹൃദയത്തിനും അതാണ് നല്ലത്. അപ്പോൾ ഹൃദയത്തെ കൊണ്ട് തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ നമ്മുടെ കണ്ണുകളെ അയച്ചുവിടാതിരിക്കുക, നമ്മുടെ കാതുകളെ അയച്ചുവിടാതിരിക്കുക, ഹറാമുകളിൽ നിന്ന് നമ്മുടെ ശരീരാവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്താൽ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. എട്ടാമത്തത്, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, നിരന്തരമായ നമസ്കാരം, അതേപോലെ തന്നെ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകൾ നിരന്തരമായി നാം ചൊല്ലുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. സൂറത്തു യൂനുസിലെ 57-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ജനങ്ങളെ, നിങ്ങൾക്കിതാ അള്ളാഹുവിൽ നിന്നൊരു സതുപദേശം വന്നിരിക്കുന്നു. അഥവാ പരിശുദ്ധ ഖുർആനാണത്. ഖുർആനിൻ്റെ പ്രത്യേകത വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയത്തിലുള്ള മുഴുവൻ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് എന്നാണ്. ഖുർആൻ വായിക്കുക, പഠിക്കുക, അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കുക. എല്ലാത്തരം മാനസിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാഴ്ചപ്പാടിലൂടെ പറയുകയല്ല, അതല്ലാത്ത നിലക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിന് എന്തെല്ലാം ആശയപരമായ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെയെല്ലാം ഇല്ലാതെയാക്കാനുള്ള മരുന്ന് പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളിലുമുണ്ട്.
അതുകൊണ്ട് തന്നെ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുകയും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിന് ശുദ്ധിയുണ്ടാകും. സൂറത്തുൽ അൻകബൂത്തിലെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅഖിമിസ് സ്വലാഹ്, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, പതിവായി നമസ്കരിക്കണം. ഏതെങ്കിലും ഒരു വക്ത് നമസ്കരിക്കുക, വെള്ളിയാഴ്ച മാത്രം നമസ്കരിക്കുക, അങ്ങനെയല്ല. വഅഖിമിസ് സ്വലാഹ്, 5 വക്ത് നമസ്കാരം നിങ്ങൾ നിലനിർത്തിയാൽ ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവൃത്തികളിൽ നിന്നും വൃത്തികേടുകൾ ചെയ്യുന്നതിൽ നിന്നും 5 വക്ത് നമസ്കാരം നിങ്ങളെ തടയുന്നതാണ്. ആത്മാർത്ഥമായി കൃത്യമായി നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഹറാമുകളിലേക്ക് പോകുവാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഹദീസുകൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം, അറബികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസ്കരിച്ചത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചവരെ സംസ്കരിച്ചു എന്നാണ്. അപ്പോൾ ഖുർആനിൻ്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അതും പഠിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാകും. 9-ാമത്തത് പാപചിന്തകളെ വെടിയുക. മനസ്സിലേക്ക് ചിന്തകൾ വരും, പക്ഷേ അതിനെ കയറൂരി വിടാതെ നന്മകളിലേക്ക് വേഗം നമ്മളുടെ മനസ്സ് ചേക്കേറേണ്ടതുണ്ട്. സൂറത്തുൽ ബഖറയിലെ 284-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു കാര്യം വെളിവാക്കിയാലും ശരി, ഇനി ഹൃദയത്തിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും ശരി, യുഹാസിബുകും ബിഹില്ലാഹ്, പരലോകത്ത് വെച്ച് അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും. നിങ്ങൾ പുറത്തു പറഞ്ഞാലും ശരി, ഉള്ളിൽ വെച്ചാലും ശരി, യുഹാസിബുകും ബിഹില്ലാഹ്, അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും. ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും, അല്ലാത്തവർ അവന് ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഹൃദയം എപ്പോഴും ശുദ്ധീകരിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ, ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രാജാവായ അള്ളാഹുവേ, ഖന്നാസിന്റെ വസ്വാസിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തെറ്റായ തോന്നലുകൾ ഉണ്ടാക്കി രക്ഷപ്പെട്ട് കളയുന്ന ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ സംരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. 10-ാമത്തത് ചീത്ത കൂട്ടുകാരെ ഒഴിവാക്കുക. കാരണം മനുഷ്യരിലും ജിന്നുകളിലും പെട്ട കൂട്ടുകാർ ഏതൊരു മനുഷ്യനും ഉണ്ടാകുമെന്നാണ്. അവർ ചീത്തയാണെങ്കിൽ അവർ ചീത്തയിലേക്ക് നയിക്കും, അവർ നല്ലവരാണെങ്കിൽ അവർ നല്ലതിലേക്ക് നയിക്കും. അതുകൊണ്ട് കൂട്ടുകാർ എപ്പോഴും നല്ലവരായിരിക്കണം. അൽ മർഉ ഫീ ദീനി ഖലീലിഹി, ഒരു വ്യക്തി തൻ്റെ കൂട്ടുകാരൻ്റെ നടപടിക്രമം എന്താണോ അതിലായിരിക്കും. കൂട്ടുകാരൻ എന്താണോ പറയുന്നത് അതനുസരിച്ചാണോ മറ്റൊരാളും പ്രവർത്തിക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂട്ട് നല്ലതായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തു തൗബയിലെ 119-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ് സാദിഖീൻ, സത്യവിശ്വാസികളെ അള്ളാഹുവിനെ ഭയപ്പെടണം, സത്യം പറയുന്ന നല്ല ആളുകളുടെ കൂടെ കൂടണം. അഥവാ കളവ് പറയുന്ന, തിന്മ ചെയ്യുന്ന, തെറ്റ് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെ ആവരുത്. പിന്നെയോ നല്ലത് പറയുന്നവരെ നിങ്ങൾ കൂട്ടുകാരായി സ്വീകരിക്കണം. 11-ാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി നമ്മുടെ കൂടെയുണ്ട് എന്ന ഉറച്ച ബോധം നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് നിരീക്ഷണ സ്ഥാനത്തിരുന്നു കൊണ്ട് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും അള്ളാഹു അശ്രദ്ധനാവുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന ഓരോ സെക്കൻഡിലെയും നമ്മുടെ 100 ചിന്തകളെ കൃത്യമായി അറിയാൻ കഴിയുന്ന അള്ളാഹു നിരീക്ഷണ സ്ഥാനത്തിരുന്നു കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തിസ് സുദൂർ, നെഞ്ചകത്തുള്ളത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. ഇപ്രകാരം എൻ്റെ ചിന്തകളെ, എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. 12-ാമത്തത് മോഹങ്ങളെ അടക്കി വെക്കാനുള്ള ധീരതയും അതിനുള്ള തൻ്റെടവും അതിനുള്ള ക്ഷമയും അതിനുള്ള ആരോഗ്യവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സൂറത്തുൻ നാസിആത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും ദേഹേച്ഛയിൽ നിന്ന് സ്വന്തം ആത്മാവിനെ പിടിച്ചു വെക്കുകയും ചെയ്തവനാരോ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, സ്വർഗമാണ് അവൻ്റെ വാസസ്ഥലം. അഥവാ മനസ്സ് പലതും മോഹിപ്പിക്കും. അങ്ങനെ മോഹിക്കുമ്പോൾ മോഹിക്കുന്നതെല്ലാം ചെയ്യുകയല്ല, ആഗ്രഹിക്കുന്നതെല്ലാം പ്രവർത്തിക്കുകയല്ല, മറിച്ച് വനഹൻ നഫ്സ അനിൽ ഹവാ, മോഹങ്ങളെ തൊട്ട് ഹൃദയത്തെ പിടിച്ചു വെക്കാൻ ആർക്ക് സാധിച്ചോ അവന് സ്വർഗമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 13-ാമത്തത് ഈ ഖുത്ബയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അവസാനത്തത്
നിരന്തരമായ വിചാരണക്ക് നമ്മൾ വിധേയമാക്കണം. എല്ലാ ദിവസവും ചളിയായാൽ നമ്മൾ കുളിക്കുന്നത് പോലെ, ഓരോ സന്ദർഭത്തിലും വുളു എടുക്കുന്നത് പോലെ, എല്ലാ ദിവസവും പലതവണ പല്ല് തേക്കുന്നത് പോലെ, വസ്ത്രം ഇസ്തിരിയിടുന്നത് പോലെ, സുഗന്ധം പൂശുന്നത് പോലെ, എന്തെങ്കിലും ഒരു തലവേദനയോ മറ്റു വേദനകളോ വന്നാൽ ഉടനെ ഡോക്ടറെ കാണുന്നത് പോലെ, നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും ഈമാനികമായ പോരായ്മയുണ്ടെന്ന് തോന്നുമ്പോൾ ഉടനെ അതിനെ പരിഹരിക്കുവാൻ നാം തയ്യാറാവണം. നിരന്തരമായ വിചാരണക്ക് നമ്മുടെ ഹൃദയത്തെ നാം വിധേയമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചത് എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കണം. മരണം ഏത് സമയവും നിങ്ങളെ പിടികൂടും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ശക്തമായ ഒരു കെട്ടിടത്തിലോ കോട്ടയിലോ പോയി നിങ്ങൾ അഭയം തേടിയാലും, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഏത് നിമിഷം മരണപ്പെടുമെന്ന് ആർക്കും പറയുക സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹു മരണത്തെ നാളെ എന്ന് പറഞ്ഞത്. നാളെയാണ് പരലോകം, നാളെയാണ് ഖിയാമത്ത് നാള്, നാളെയാണ് വിചാരണ. അതുകൊണ്ട് ഒരാഴ്ചയില്ല, ഒരു വർഷമില്ല, ഒരുപാട് വർഷങ്ങളില്ല, നാളെയാണ് വിചാരണ എന്ന ചിന്തയോടുകൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വിലയിരുത്തണം, ഹൃദയത്തെ വിലയിരുത്തണം, അള്ളാഹുവിനെ ഭയപ്പെടണം. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ നിരീക്ഷണമാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും അതിസൂക്ഷ്മമായി അള്ളാഹു സുബ്ഹാനഹു വതആല നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധവുമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാം അമലാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുവാൻ, സുരക്ഷിതമാക്കുവാൻ നമുക്ക് സാധിക്കും. അതിലൂടെയാണ് പരലോക വിജയമെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.